ഹലോ ഫ്രണ്ട്സ്, KPSC സ്മാർട്ട് സ്റ്റഡിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ VSA എക്സാമിനായിട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആദ്യഘട്ടം എഴുതുന്നവർക്ക് ഏകദേശം 1 മാസം 3 ദിവസം ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവസാന ഘട്ടം എഴുതുന്നവർക്ക് 2.5 മാസത്തോളം ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 10th പ്രിലിംസിനായിട്ട് കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് VSA ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സിലബസ് നോക്കുന്ന സമയത്ത് MEMനാണ്, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് 30 മാർക്കാണല്ലോ. അപ്പോൾ ഇതിലൊരു 25 മാർക്കെങ്കിലും സ്കോർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിക്കുക കേട്ടോ. അപ്പോൾ 10th പ്രിലിംസിൻ്റെ കൂടെ പഠിച്ച ടോപ്പിക്കുകളിൽ നിന്ന് ഒരു 2-3 ടോപ്പിക്ക് അധികം ഉണ്ടാവും മാത്സിൽ. ഇംഗ്ലീഷും മലയാളം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആദ്യം അത് കവർ ചെയ്യാനായിട്ട് നോക്കാം. ഡീറ്റെയിൽ സിലബസിലുണ്ട്, അത് നോക്കി കവർ ചെയ്യാനായിട്ട് നോക്കാം. എന്നിട്ട് അതിന് ശേഷം ഇപ്പോൾ സയൻസ് നോക്കുകയാണെങ്കിൽ ജീവശാസ്ത്രത്തിനാണ് 6 മാർക്ക്, 5 അല്ലെങ്കിൽ 6 അങ്ങനെയാണ് PSCയുടെ ട്രെൻഡ്. അപ്പോൾ അത് ജീവശാസ്ത്രം പഠിക്കാൻ നോക്കുക. പിന്നെ ഭരണഘടനാ ഭേദഗതികൾ എന്നൊക്കെ പറഞ്ഞാൽ 42, 44 അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു 6 എണ്ണം പറയുന്നുണ്ടല്ലോ, അതൊന്ന് നോക്കാം. പിന്നെ IT, ഇപ്പോൾ ഒരു റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പേജസ് ഉള്ളത് ITക്കാണ്. അപ്പോൾ IT നോക്കുക. അത് കഴിഞ്ഞ് സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. അങ്ങനെ ഈ സിലബസിലെ മാർക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ MEM 30 മാർക്ക് എന്നുള്ളത് ഏകദേശം എല്ലാ എക്സാമിനും ഒരേ സിലബസാണ് ഫോളോ ചെയ്യണത്. അപ്പോൾ ഇതിൽ MEMൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ആദ്യം പഠിച്ച് മാറാനായിട്ട് നോക്കുക. പിന്നെ സമയം ഉള്ള മുറയ്ക്ക് ബാക്കിയുള്ളത് കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ആരെങ്കിലും ഒരു ടൈം ടേബിൾ ഇട്ടിട്ട് അത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ വീട്ടമ്മമാരുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് നമ്മളുടെ സാഹചര്യങ്ങൾ പലതായിരിക്കാം. മക്കളെ പഠിപ്പിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഫ്രീ ടൈം, അതൊരു 10 മിനിറ്റ് ആവാം, അരമണിക്കൂറാവാം, 1 മണിക്കൂറാവാം, അതെന്തോ ആവട്ടെ, അതിനനുസരിച്ച് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ പെയ്ഡായിട്ട് എടുക്കണമെന്നൊന്നുമില്ല, പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ മതി. നമുക്ക് പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് സോഴ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സ് വെച്ച് ഒരു ടൈം ടേബിൾ അങ്ങോട്ട് ഇടുക. ടൈം ടേബിൾ എന്ന് പറയുന്നില്ല, നമുക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്തില്ലെങ്കിൽ അതൊരു ടെൻഷൻ അങ്ങനെയൊന്നും ആവരുത്. നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അതിനനുസരിച്ച് പഠിക്കാം. അപ്പോൾ ഇത്തരത്തിലൊന്ന് സ്മാർട്ടായിട്ടൊന്ന് കവർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിനേക്കാണെങ്കിൽ വൊക്കാബുലറി PYQ നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സിലബസ് VSA ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രമിച്ച് നോക്കുക. എന്തെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ചാനൽ റെഫർ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അതിനുള്ള വീഡിയോസ് ഞാനിടാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്